അപ്പോൾ ഗൈസ് നമ്മളിന്ന് നിൽക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ ഗെയിമാണ്. അതെന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവരോട് പറയുന്നത് ഗൈസ്, ഗെയിം എന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് ഇങ്ങനെ കാറിൽ ഓടിച്ച് കളിക്കുക ഗൈസ്. ഇതാണ് എൻ്റെ കാറ് ഗൈസ്. ഫോർച്യൂണറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര ലാഗാ ഗൈസ്. ഓടിക്കാൻ പോകണം. നമ്മളിന്ന് പോകുന്ന ഓഫ് റോഡാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ച് പണി പാടാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഇടിച്ചാൽ നമ്മൾ റിപ്പയർ എല്ലാം ചെയ്യും ഗൈസ്, അത് വേറെ കാര്യം. നമുക്കിപ്പം ഓഫ് റോഡ് പോകാൻ നോക്കാം. തെറ്റിപ്പോയി, സ്ഥലം മാറിപ്പോയി. ഈ വഴിയും കണ്ടാ ഗൈസ്. ഈ വഴി തന്നെ. നമ്മൾ ഇതിൽ കൂടെയാണ് പോകുന്നത്. അയ്യോ, കുറച്ച് ടാസ്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ പോവാൻ. അയ്യോ, പണി പാളിയാ പാളി. നമ്മളെങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട് ഗൈസ് ഓഫ് റോഡിൻ്റെ സ്ഥലത്ത്. വണ്ടി പവറാ. ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ പുലിയാ, അത് നിങ്ങൾക്കറിയാലോ. അയ്യോ ഗൈസ്, വണ്ടി പടയ്ക്കുക ഗൈസ്. അതിന് മുമ്പ് 1 മിനിറ്റ് ഗൈസ്. ഇതുണ്ടോ, മരമെല്ലാം ഒടിഞ്ഞു ഗൈസ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മരമെല്ലാം ഒടിഞ്ഞു വീണു. നമ്മൾക്കൊരു ട്രിപ്പും കൂടെയാണ് ഗൈസ്. വണ്ടി കയറാം. ഇത് ഫോർച്യൂണർ അല്ലേ, അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ നൈസായിട്ട് വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ പിന്നെ മാരകമാണ്. വണ്ടിയുടെ സസ്പെൻഷൻ എല്ലാം നോക്ക് ഗൈസ്, ഏതാ സെറ്റപ്പ് നോക്കിയോ. നല്ല സെറ്റപ്പ് സസ്പെൻഷൻ ഗൈസ്. വണ്ടിയുടെ ടയറെല്ലാം പിടയ്ക്കുന്നു നോക്ക്. എവിടെയും പോയി ഇടിച്ച് കയറാതിരുന്നത്. ഉയ്യോ, പറഞ്ഞ് വാക്കെടുത്തില്ല ഗൈസ്. നമ്മൾ ഇവിടെ പോയി ഇടിച്ചു ഗൈസ്. ഇവിടെ എന്തോ ബലൂൺ ഉണ്ട് ഗൈസ്. ഞാൻ രാത്രിയാണെന്ന് തോന്നുന്നു ഈ വണ്ടിക്കാരെല്ലാം എടുക്കണം, ക്രെയിനെല്ലാം വരണേല്. ഇതല്ലാതെ കയറി വരൂല. അപ്പം ഞാൻ രാത്രി ക്രെയിനെല്ലാം വിളിച്ചിട്ട് എങ്ങനെയും കൊണ്ടുപോകണം. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിക്കുക ഗൈസ്. രാത്രിയായിട്ടും മറ്റേ ക്രെയിനിൻ്റെ ചേട്ടൻ വന്നില്ല. അപ്പം ഇനി എന്ത് ചെയ്യും ഗൈസ്? 1 മിനിറ്റ്. ഇതെന്നാ ഗൈസ്? നിങ്ങൾക്കിത് കാണാൻ തോന്നുന്നു ഗൈസ്. പെന്നി വൈസ് ഇവിടെ നിൽക്കുന്നത് സേഫല്ല. നമുക്ക് ഓടാം ഗൈസ്. അയ്യോ, ഇവിടെ നിൽക്കുന്ന അത്രയ്ക്ക് സേഫല്ല ഗൈസ്. രാവിലെ ആയിട്ടുണ്ട്. നിങ്ങൾ രാത്രി നടന്നതെല്ലാം കണ്ടുപോയിരുന്നോ? നമ്മൾ പെന്നി വൈസിനെ കണ്ടു ഗൈസ്. അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വെറുതെ അല്ല, ആ ബലൂൺ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഈ വണ്ടിയുടെ ക്രെയിനിൻ്റെ ചേട്ടൻ പറഞ്ഞു രാത്രി ആ സ്ഥലത്തൊന്നും വരാൻ പറ്റൂല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആ ചേട്ടൻ വരാതിരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തന്നെ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. അയ്യോ, പയ്യെ. നമ്മുടെ ഏതാ ഫോർച്യൂണർ കയറുമെന്ന് പറഞ്ഞാൽ കയറും ഗൈസ്. നിങ്ങൾ പേടിച്ചെങ്കിലും എന്ത് കമൻറ്റ് ചെയ്യണേ. ഞാൻ റിയലായിട്ട് പേടിച്ചു ഗൈസ്. വണ്ടി ഫോർച്യൂണർ ആയതുകൊണ്ട് ഒന്നും
നല്ലോണം പറ്റിയിട്ടും വണ്ടി ഇങ്ങനെ ഓടുന്നത്. നല്ല വേറെ വണ്ടിയെങ്ങാനും ആണ് ചമ്മന്തി പോലെ അവിടെ കിടന്നേനെ പെന്നിവൈസിൻ്റെ മുമ്പിൽ രാത്രി. നമ്മൾ തന്നെ അങ്ങനെയൊക്കെ എടുത്തതാ. ഇനി വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കാൻ പോണ്ടേ ഗൈസ്? വർക്ക്ഷോപ്പിൻ്റെ സ്ഥലം അറിയാം. ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതാണ് ടാസ്ക്. ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗുലുമാലായല്ലോ. വണ്ടി സ്കിഡായി പോവാ. എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിലെത്തണം, അല്ലാതെ കാര്യം നടക്കില്ല. ഫോർച്യൂണർ ആയതുകൊണ്ട് വലിയ സീനില്ല ഗൈസ്. എന്നാലും ഒന്ന് റിപ്പയർ ചെയ്യണ്ടേ? ഞാനത് പേടിച്ചു പോയി ഗൈസ് പെന്നിവൈസിനെ കണ്ടപ്പോൾ. ആദ്യം കണ്ടു ഒരു ബലൂണ്, പിന്നെ നോക്കുമ്പോൾ പിന്നെ കുറേ സമയം ആ ക്രെയിൻ്റെ ആൾ രാത്രിയേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി വരാനുള്ള സമയത്ത് പെന്നിവൈസ് അല്ല, ക്രെയിൻ ഓടിക്കുന്ന ചേട്ടൻ ചോദിച്ചു എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കൊടുത്തു. എവിടെ സ്ഥലം എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സിവറുണ്ട്, അതിൻ്റെ അടുത്താണ്. ചേട്ടൻ പറഞ്ഞു അവിടെയൊന്നും പറ്റൂല, അവിടെ പെന്നിവൈസ് ഉള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോകാനേ പാടില്ല. നമ്മളാണ് പെട്ടില്ലേ. എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം. നമ്മൾ ഓടിയിട്ട് എവിടെയാ ഏതോ വീട്ടിൽ പോയി താമസിച്ചു. ഏതോ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അവിടുന്ന് രാവിലെ വന്ന് എടുത്തോണ്ട് വന്നതാണ്. അപ്പം നമുക്കെന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളപ്പം വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരാക്കണമെങ്കിൽ 2-3 ദിവസം എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഇനി എന്തായാലും വണ്ടിയുടെ എൻജിനെല്ലാം ചെക്ക് ചെയ്യും ഗൈസ്, എന്തെങ്കിലും പറ്റിയോന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ഡിക്കെല്ലാം തുറന്നിടാം. ആ ചേട്ടൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ വരുമെന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. കുറേ നടക്കണം ഇനി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഗൈസ് നമ്മൾ ബസ് ഇറങ്ങി ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അല്ല, ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. വണ്ടി എന്തായാലും നോക്കണ്ടേ, എന്നിട്ട് വേണം വീഡിയോ എല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ. ഓടടാ. ചേട്ടൻ ഇതുവരെ ഡിക്കി അടച്ചില്ല കേട്ടോ. നമുക്ക് ഡിക്കി അടച്ചേക്കാം ഇപ്പോൾ ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് വണ്ടി. നമ്മളല്ല, ചേട്ടൻ റെഡിയാക്കി കിടിലം പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ചേട്ടന് കുറച്ച് പൈസ എല്ലാം കൊടുക്കാനുണ്ട്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെ എന്താ, സബ് ചെയ്തേക്ക് ഗൈസ്. നമ്മുടെ ഐഡിയ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.